1985 ആ നേരം അത്ഭുതം എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്നു. അപ്പോൾ കമലിൻ്റെ അടുത്ത് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കാതോട് കാതോരം എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞത് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്, ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ, എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ സ്ഥിതിക്ക് ഞാനത് വിളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിനകത്ത് എനിക്ക് അങ്ങനെ റോളൊന്നും ഉണ്ടായില്ല, എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ല. അപ്പം അന്ന് ഞാൻ ആലോചിച്ചില്ല. പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തുവായിട്ട് വന്ന് അതിന് അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും, ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തുവെക്കുന്ന ചില കാര്യങ്ങളാണ്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തന്നെ ജോഫിൻ വിളിച്ച സമയത്ത് എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്, 2 ദിവസം ഒന്ന് അഭിനയിച്ചാൽ മതി. അപ്പം ഞാൻ ജോഫിനോട് ചോദിച്ചു, എനിക്ക് കുറച്ചുകൂടെ നല്ല റോള് തന്നൂടെ, 2 ദിവസമല്ല എനിക്ക് 3 ദിവസമൊക്കെ അഭിനയിക്കാൻ അറിയാം, കുറച്ചുകൂടെ നല്ല വേഷം തന്നൂടെ എന്ന് ജോഫിനോട് ചോദിച്ചു. പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട്, സിദ്ദിഖേട്ടൻ ഏതെങ്കിലും വേഷം ചെയ്യുന്നതിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല, ഇത് സിദ്ദിഖ് ചെയ്താൽ തന്നെ നന്നാവുള്ളൂന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ റോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു. അങ്ങനെയാണ് ഞാൻ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളിയാകാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്ന് ആണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അങ്ങനെ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നതിൽ ഞാൻ ഒരുപാട് പിന്നണിക്ക് സന്തോഷിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം. ഈ സിനിമ വലിയ വിജയത്തിലേക്ക് കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഈ വർഷം തുടക്കത്തിൽ 2025 ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു, ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആണെന്ന് ഞാൻ ഓർത്തില്ല. അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരുപാട് അഭിമാനവും സന്തോഷമുണ്ട്. റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ്. അതിന് കാരണക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൂക്കയാണ്. മമ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമല്ല ഈ സിനിമയില്ല. അപ്പൊ അതുകൊണ്ട് മമ്മൂക്കയുടെയാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട്. ഒപ്പം ജോഫിൻ, ജോൺ, അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി. ഒരുപാട് സന്തോഷം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് വലിയ ആശംസകൾ, നന്ദി രേഖപ്പെടുന്നു. പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ ഫിലിം കമ്പനി അങ്ങനെ ആയിട്ടുണ്ട്. ലിസ്റ്റ് ഇങ്ങനെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ഷോക്കേസിൽ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെയായ ആൻഡ്രോ ജോസഫിന് നന്ദി. ആൻഡ്രോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. ആ വിളി ഒരു 1.5 വിളിയായിരുന്നു. ഒരുപാട് സന്തോഷം. വീണ്ടും എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാനും അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ പ്രത്യേകിച്ച് മമ്മൂക്കരോട് ആഘോഷിക്കാൻ സാധിച്ചതിൽ. നേരത്തെ ആസിഫ് പറഞ്ഞ പോലെ ഞങ്ങളുടെ ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിലും അതേപോലെ തന്നെ ഇതിൻ്റെ സക്സസിലും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കരോട് തന്നെയാണ്. മമ്മൂക്കയുടെ ഒരു അദൃശ്യത സിനിമയിൽ ഉടനീളമുണ്ട്. അപ്പോൾ അതിനുള്ള സിനിമ ആ രീതിയിൽ ഇത്ര ഏറ്റെടുത്തൊരു ഒന്നാമത്തെ റീസൺ. അതേപോലെ തന്നെ അവസാനം ആ സിനിമയുടെ ഏകദേശം അവസാനങ്ങളിൽ മമ്മൂക്കയുടെ ഒരു ഡയലോഗുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ഞാനും പോലും അത് കേട്ടുകഴിഞ്ഞപ്പോൾ കണ്ണു തറക്കുന്നതാണ്. അപ്പോൾ അത് ആ സിനിമയുടെ വിജയത്തിൽ ആ ഒറ്റ ഡയലോഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം പറഞ്ഞത് നമ്മുടെ അടുത്ത് കടപ്പെട്ടിരിക്കുന്നു. ഞാനും കാവ്യ ഫിലിമും അതേപോലെ ആൻഡ്രോ ജോസഫും ഇതിൻ്റെ എല്ലാവരും, ഇതിലെ ക്രൂ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ടെക്നീഷ്യൻസ് എല്ലാവരും ഓക്കെ, എല്ലാവരും ഇതിൽ അത്യാവശ്യം ടെക്നീഷ്യൻസും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും ഇതിൽ വന്നതിലും ഇതിൽ പങ്കെടുക്കുന്നവരും വലിയ സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു. നമുക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. റോഷാക്കിന്റെ സമയത്ത് നമുക്ക് എനിക്കൊരു റോളക്സ് തന്നു, തിരിച്ച് ഞാൻ എന്താ കൊടുക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. താങ്ക് യു.
കാണല്ലേ കാണരുത്.